അപ്പൊ എന്താണ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ഹാർംഫുൾ സബ്സ്റ്റൻസ് ആൻഡ് വെൻ സഫിഷ്യന്റ് ഡോസസ് ആർ ടേക്കൺ മേ കിൽ എ പേഴ്സൺ. അതൊരു എന്തായാലും ഒരു പോയ്സണിങ് ഇപ്പൊ നമ്മൾ ആരും ഇഷ്ടത്തോടെ എടുക്കുന്ന ഒരു സാധനമല്ല അല്ലെ. അപ്പൊ ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് അതിന്റെ സഫിഷ്യന്റ് ഡോസിൽ കുറച്ചധികം നമ്മളെ ബോഡിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരാളെ കില്ല് ചെയ്യാൻ വരെ കപ്പാസിറ്റി ഉള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ, അങ്ങനെ എന്തൊരു സാധനം ആയിക്കോട്ടെ അതിനെ നമുക്ക് പോയ്സണിങ് എന്ന് വിളിക്കാം. ഏതൊക്കെ രീതിയിൽ വരാം? ചിലപ്പോൾ നമുക്കത് സോളോഡ് പോയ്സൺ ആകാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്കത് വൊമിറ്റിങ്, പെയിന്, ഡയറിയ ആ രീതിയിലൊക്കെ ആയിട്ട് സിംറ്റംസ് ആയിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾക്ക് കൊറോസീവ് പോയ്സൺ എന്നുള്ള രീതിയിൽ വരാം. അതായത് അത് പോകുന്ന വഴികൾ ഫുള്ള് ബേൺ ചെയ്തിട്ട് പോകും. അപ്പൊ ബേണിംഗ് ദ മൗത്ത്, ലിപ്പ്, ഗള്ളറ്റ്, സ്റ്റൊമക്ക്, അങ്ങനെ നമ്മൾ പോകുന്ന വഴികളൊക്കെ എന്താ വെച്ചാല് ഇതുണ്ടാക്കിയിട്ട് കൊറോസീവ് ആക്കിയിട്ട് പോകും. ഇപ്പൊ നമുക്കറിയില്ല അസറ്റിക് ആസിഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ രീതിയിലാണ് കിട്ടുക. ഇനി അതും അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഫ്യൂംസ്, ഗ്യാസസ്, നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചുമ പെട്ടെന്ന് വരില്ല, അതേ രീതിയിൽ. അപ്പൊ അവിടെ ഒരു പോയ്സണിങ്ങിന്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മള് അങ്ങനെ ഈ ഇൻഡസ്ട്രീസിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ചുമ വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചോക്കിങ്, ബ്രീത്തിങ്ങിന് ഒരു ബുദ്ധിമുട്ട് വരാം. കുറച്ച് കഴിഞ്ഞാൽ അത് അൺകോൺഷ്യസ്നെസ്സിലേക്ക് പോകും. അപ്പൊ ഇതേ രീതിയിലൊക്കെയാണ് നമുക്ക് അതിന്റെ പോയ്സണിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ ബോഡിയിൽ വന്നാലും അതിൻ്റെ സിംറ്റംസ് കാര്യങ്ങളും കിട്ടാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോൾ പോയ്സണിങ് നമ്മുടെ ബോഡിയിൽ ആക്സിഡന്റലി വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ അറിയാണ്ട് എടുത്തു പോവേ, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ കണ്ടിട്ടില്ല, നമ്മളിപ്പോ എന്തേലും റാറ്റിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അത് എടുത്ത് കഴിക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആക്സിഡന്റലി വരാം. ചിലപ്പോൾ നമ്മളത് സൂയിസൈഡ് പർപ്പസിൽ വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ സയനൈഡ് എടുത്തിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ വരാം. ഇനി അതും അല്ലെങ്കിൽ ഇന്റൻഷനലി ഫോർ കില്ലിങ് എനിമീസിനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോമിസൈഡലായിട്ട് അവർക്ക് കൽപ്പിച്ചു കൂട്ടിയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്, ഒരാളെ മർഡർ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ ഈ 3 രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് പോയ്സണിങ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. ഇനി അത് ഏതൊക്കെ റൂട്ടിലൂടെ എത്താം? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് പോയ്സണസ് സബ്സ്റ്റൻസ് ബൈ മൗത്ത്. അപ്പോൾ ഒന്ന് നമ്മൾ ഒന്നല്ലെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുന്ന രീതിയിലോ നമ്മൾ മൗത്ത് വഴി ഡയറക്റ്റ് പോകുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഹെയിലിംഗ് ഹൗസ് ഹോൾഡ് ഓർ ഇൻഡസ്ട്രിയൽ ഗ്യാസസ്, കെമിക്കൽ വേപ്പേഴ്സ്, ഫ്യൂംസ് ഫ്രം ഫയർ ആൻഡ്. അപ്പൊ അതിലാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ചോക്കിങ്, ചുമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. നമ്മളെ അറിയാണ്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്യാസസോ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ആ ഒരു ഇൻഹലേഷൻ വഴി. ഇനി ഇൻജെക്ട് ഇൻ ടു ദ സ്കിൻ, അത് നമുക്കറിയാലോ, ആനിമൽസിന്റെയോ അല്ലെങ്കിൽ ഇൻസെക്റ്റിന്റെയോ സ്നേക്കിന്റെയോ ഒക്കെ ബൈറ്റ് വഴി നമ്മൾ അത് സ്കിന്നിലേക്ക് ഒരു വെനം കൊടുക്കും. അതിന്ന് നമുക്ക് പോയ്സണസ് വരാം. ഇനി നമ്മൾ പോയ്സണസ് സ്പ്രേ, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് അങ്ങനത്തേനൊക്കെ വെച്ചിട്ടുള്ള അത് നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർപ്ഷൻ വഴി. പോയ്സണസ് സ്പ്രേ ഓൾറെഡി നമ്മൾ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് നമ്മൾ അതിന് കുറച്ച് സമയത്തേക്ക് ആ റൂമിലേക്ക് കയറരുത്, അങ്ങനെ പ്രത്യേകിച്ച് തന്നെ എടുത്ത് പറയുമല്ലോ. പക്ഷെ അങ്ങനെ നല്ലാണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പോയ്സണസ് നമ്മുടെ ബോഡിയിലെത്താം. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് സോളോഡ് പോയ്സണസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് പാസേജ് വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വൊമിറ്റിങ്, പെയിന്, ഡയറിയ ഉണ്ടാകും. കൊറോസീവ് പോയ്സൺ ആണെങ്കിൽ അത് പോകുന്ന വഴികളൊക്കെ തന്നെ സിവിയർലി ബേൺ ചെയ്യുന്നതുകൊണ്ട് അത് ഇന്റൻസ് പെയിൻ ഉണ്ടാക്കും. ഫ്യൂംസും ഗ്യാസസും ഒക്കെ ആകുമ്പോൾ അത് ചോക്കിങ്ങും അൺകോൺഷ്യസ്നെസ്സിലേക്ക് ലീഡ് ചെയ്യും. ഇനി ചില പോയ്സണസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സ്ട്രീമിലൂടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിനോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ചില പോയ്സണസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡില് സാധാരണ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഓക്സിജന് നമ്മളെ ടിഷ്യൂസിലേക്ക് ഓരോ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് നമ്മളെ ടിഷ്യൂസിന് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് എത്താണ്ട് പകരം ഈ ഓക്സിജന് റീപ്ലേസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ സയനൈഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് സയനൈഡും അതേപോലെ കാർബൺ മോണോക്സൈഡും ഇത് രണ്ടിന്റെയൊക്കെ പോയ്സൺ വരുന്ന സമയത്ത് ഓക്സിജനെ ഇവർ റീപ്ലേസ് ചെയ്യും. പകരം കാർബോക്സി, ഹീമോഗ്ലോബിന് അല്ലെങ്കിൽ സയനൈഡിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ മെർക്കുറി പോയ്സണിങ് ഇങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് ഓക്സിജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവർ ഈ ഏത് പോയ്സൺ ആണോ നമ്മൾ എടുത്തത് ആ പോയ്സൺ അവിടെ കയറിയിട്ടിരിക്കും. അപ്പോൾ ടിഷ്യൂസിനൊക്കെ വേണ്ട ഓക്സിജൻ കിട്ടില്ല, ആ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെക്കാനിക്കൽ ആക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി എന്ത് തരം പോയ്സൺ ആയിക്കോട്ടെ എടുത്തത്, അങ്ങനെ എടുത്ത സമയത്ത് നമുക്ക് എല്ലാ വിധത്തിലും നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക വൊമിറ്റിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാക്കുക, ഈ 2 രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കരുത്. ആർക്കൊക്കെ? എനി സ്ട്രോങ് ആസിഡ് ഓർ ആൽക്കലി കോസസ് ബേൺ മൗത്ത്, ഫേസ്, ത്രോട്ട്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്ട്രോങ് ആസിഡ് ആണ് എടുത്തത് എന്ന് അറിയണം. എന്തായാലും ഇപ്പൊ ആസിഡ് ഒക്കെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഈ പൊട്ടാഷ്യം, കോസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് അവിടെ എവിഡൻസ് ഉണ്ടാവും എന്താണ് എടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഓൾറെഡി ബേൺ ചെയ്തിട്ട് അത് താഴോട്ടേക്ക് പോയി. അപ്പൊ അത് ഇനി തിരിച്ചുകൂടി വരാൻ പാടില്ല.
അപ്പൊ അവിടെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അമോണിയ, ടർപ്പൻറ്റൈൻ, ബ്ലീച്ചേഴ്സ്, ടോയ്ലറ്റ് ക്ലീനേഴ്സ്, കോൺസ് ആൻഡ് വാർഡ്സ് റിമൂവേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. പെട്രോളിയം പ്രൊഡക്റ്റ് ലൈക്ക് പെട്രോൾ, പെയിന്റ്, തിന്നേഴ്സ്, ടർപ്പൻറ്റൈൻ, പോളിഷ് ഈ സാധനങ്ങളൊക്കെയാണ് എടുത്തതെന്നുണ്ടെങ്കിലും നമ്മൾ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് നോക്കി വെക്കാം. സ്ട്രോങ് ആസിഡ്, ആൽക്കലി അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അമോണിയ, ടർപ്പൻറ്റൈൻ, ബ്ലീച്ചേഴ്സ്, ടോയ്ലറ്റ് ക്ലീനേഴ്സ്, കോൺസിന്റെ വാട്സിന്റെ ഒക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും വോമിറ്റിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ആസിഡ് പോയ്സണിങ്, ആൽക്കലി പോയ്സണിങ്, അങ്ങനെ കുറച്ച് പോയ്സണിങ് ഓരോന്നോരോന്നായിട്ട് പറയാൻ ചെയ്യുന്നത് കേട്ടോ. ആസിഡ് പോയ്സണിങ് എങ്ങനെയാന്ന് വെച്ചാൽ മിക്കവാറും സൂയിസൈഡ് പർപ്പസിൽ പൊതുവെ അത് കുറവാണ്. കാരണം എന്തായാലും അത് കൊറോഡ് ചെയ്ത് ബേൺ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകുക. അപ്പൊ ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ എടുക്കില്ല. മേ ബി ഒന്നുമില്ലെങ്കിൽ സൂയിസൈഡൽ പോയ്സണിങ് ആകാം, അല്ലെങ്കിൽ ഹോമിസൈഡൽ പോയ്സണിങ്. കൊല്ലാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ആസിഡ് ഒന്നും ഒരാളെ വായിക്കാൻ ഇത് ഇങ്ങനെ പോയ്സണിങ് ഇപ്പൊ ആസിഡ് എറിഞ്ഞിട്ട് കൊല്ലുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റും. പിന്നെ ആക്സിഡന്റലി ആയിട്ട് ചിലപ്പോൾ അറിയാം, കുട്ടികളെ അറിയാതെടുത്ത് കഴിക്കുക. നമ്മളിപ്പോ ലാബിലൊക്കെ തന്നെ അറിയാണ്ട് അത് ഇതായിരുന്നു ചെയ്യുന്ന സമയത്ത് പിന്നെ ആസിഡ് പോയ്സണിങ്ങിനോട് ഇപ്പൊ ഫ്യൂംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എന്താണ് കൂടുതൽ എക്സ്പോഷർ വരിക, അങ്ങനെയൊക്കെ ആണ് സമയത്ത് വരാം. അപ്പൊ ആസിഡ് ലൈക്ക് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക്, കാർബോളിക് ആസിഡ്, ഒക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇതൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാകാം. അപ്പൊ ഈ ടങ്ങിൽ ഫുള്ള് ആ ടങ്ങിന്റെ ഫുൾ പാച്ചസ് പോയിട്ട് ഉള്ളൊരു ഇതാണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ ആ ഒരു മേലത്തെ പാലറ്റിന്റെ ഭാഗമൊക്കെ ഫുള്ള് കൊറോഡ് ചെയ്തിട്ടാണ് ആസിഡ് പോയത്. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ ആസിഡ് പോയ്സണിങ്ങിൽ സിംറ്റംസ് ഉണ്ടാകുക. ബാക്കിയുള്ള എല്ലാ ഇമേജുകളും ഭയങ്കര സീനായിട്ടുള്ള ഇമേജ് ആണ്. അതുകൊണ്ട് ഒറ്റ ഇമേജ് പോലും വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രക്കും എന്താണ് ഗൂഗിൾ തന്നെ അതിനെ ഇത് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ അപ്പൊ അതിന്റെ സയൻസ് സിംറ്റംസ് എന്തായിരിക്കും? ലിപ്സ് ഒക്കെ തന്നെ സൊള്ളനായിട്ടുണ്ടായിരിക്കും, എക്സ്കോറിയേറ്റഡ്, ബ്രൗൺ ഓർ ബ്ലാക്ക് സ്ട്രീക്സ് ഒക്കെ അതിൽ കാണാം. ടങ്ങിലൊക്കെ തന്നെ എഡിമ, സ്വെല്ലിംഗ് ഉണ്ടാകും. പിന്നെ അത് പോയ വഴികളൊക്കെ ഫാരിങ്സിൽ പെയിൻ ഉണ്ടാകും. അതേപോലെ ഹോസ് ആൻഡ് ഹസ്കി വോയിസ് ആയിട്ടുണ്ടാകും. ചോക്കി വൈറ്റ് ടീത്ത് ആയിരിക്കും, പല്ലൊക്കെ ഭയങ്കരമായിട്ടൊരു കളർ, ഒരു ചോക്കി വൈറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് വന്നിട്ടുണ്ടാകും. പിന്നെ എന്താ മൗത്തിലെ, ത്രോട്ടിലെ, ഈസോഫാഗസിലെ എവിടെ കൂടെയൊക്കെയാണോ പോയത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ ടച്ച് ചെയ്തത് ആ ടച്ച് ചെയ്ത ഭാഗങ്ങളിലൊക്കെ തന്നെ കൊറോഷൻ ഉണ്ടാകും. അതിന് കൂടി തന്നെ ഇന്റൻസ് തേഴ്സ്റ്റ് ഉണ്ടാകും. പക്ഷെ ഡ്രിങ്കിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോമിറ്റിംഗ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കുന്ന വോമിറ്റിങ്ങിനൊക്കെ തന്നെ ഒരു ബ്രൗൺ ഓർ ബ്ലാക്ക് ഓർ മ്യൂക്കോയിഡ് സ്ട്രോങ്ലി അസിഡിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വോമിറ്റിങ്ങിൽ കിട്ടുക. അതേപോലെ ഇറക്റ്റേഷൻ ഉണ്ടാകും. പേഷ്യന്റിന് ദാഹം നല്ലോണം ഉണ്ടാകും, പക്ഷെ ആ സമയത്ത് വെള്ളം കൊടുക്കാൻ പാടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകും. ഇങ്ങനെ ആസിഡ് പോയ്സണിങ് സമയത്ത് നമ്മൾ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് സയൻസ് സിംറ്റംസ് ആയിട്ട് കിട്ടുന്നത് ലിപ്സ് ഒക്കെ സ്വെല്ലനായിരിക്കും, എക്സ്കോറിയേറ്റഡ് ആയിട്ടുള്ള ലിപ്പായിരിക്കും, ബ്രൗൺ ഓർ ബ്ലാക്ക് സ്ട്രീക്സ് ഒക്കെ ലിപ്സിൽ കാണാം. ബാക്കി എല്ലായിടത്തും എഡിമ ഉണ്ടാകും. അതേപോലെ ഇത് ഏത് വഴിയാണൊക്കെ പോയത് ആ വഴികളൊക്കെ തന്നെ കൊറോഷനും കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞു ഡു നോട്ട് ഇൻഡ്യൂസ് വോമിറ്റിംഗ്. അതുതന്നെയാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പറയുന്നത്, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഗിവ് ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ ഓർ മിൽക്ക് ഓർ ടു വിച്ച് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആഡഡ്. വാട്ടറിലോ അല്ലെങ്കിൽ മിൽക്കിലോ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിങ്ങനെ സിപ്പായിട്ടാണ് കൊടുക്കേണ്ടത്. ഇഫ് നോ മിൽക്ക് ഓർ വാട്ടർ, മിൽക്കും വാട്ടറും ഇല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് തീരെ കിട്ടാത്തതാണ്. ഒലീവ് ഓയിൽ, ബട്ടർ, വൈറ്റ് ഓഫ് എൻ എഗ് ഓർ ബാർലി വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇതൊക്കെ സിപ്പായിട്ട് കൊടുക്കുക. കാരണം ആ കൊറോഡ് ചെയ്ത് പോയ ഭാഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആഡ് ചെയ്ത് കൊടുത്തു പോകുന്നത്. ഇനി സെക്കൻഡ് ആയിട്ട് പറയുന്നത് ആൽക്കലി പോയ്സൺ. ആൽക്കലി പോയ്സണിങ്ങിൽ നമ്മൾ അമോണിയ, അതേപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ബ്ലീച്ചേഴ്സ്, ഡിറ്റർജന്റ്, വാഷിംഗ് സോഡ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണന്റ്. ഇപ്പൊ മറ്റേത് നമ്മൾ കൂടുതൽ കാണുന്നത് അതൊക്കെയാണ്. ആസിഡ് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൽക്കലി ആയിട്ട് അമോണിയ വരാം, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, ഡിറ്റർജന്റ്, വാഷിംഗ് സോഡ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ആസിഡ് പോയ്സണിങ്ങിൽ വരും. സിംറ്റംസ് ഒക്കെ ഏറെക്കുറെ എല്ലാവരും സെയിം തന്നെ ആയിരിക്കും, കാരണം ഒരു ആൽക്കലി ആസിഡ് ഒക്കെ ഒരേ രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ സോപ്പി അപ്പിയറൻസ് ഇൻ മൗത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ മെംബ്രെയിൻ ഓഫ് മൗത്ത് വൈറ്റ് ആൻഡ് സോഡൻ, മെംബ്രെയിൻ മൗത്ത് ഒക്കെ തന്നെ ഭയങ്കര വൈറ്റ് ആയിട്ട് സൊള്ളനായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ മൗത്തിൽ ഒരു സോപ്പി അപ്പിയറൻസ്. ആൽക്കലി നമ്മൾ പൊതുവെ അങ്ങനെ സോപ്പിന്റെ കാര്യങ്ങൾക്കൊക്കെ അല്ലേ കൂടുതലായിട്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ അല്ലേ നമ്മൾ ഈ മറ്റേ ഹാർഡ് സോപ്പും ഇതൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചില്ലായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ ഒരു മൗത്തിലേക്ക് ഒരു സോപ്പി ബബിൾ അപ്പിയറൻസ് ഉണ്ടാകും. പിന്നെ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും. വൊമിറ്റ് വരുന്ന സമയത്ത് വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ബ്ലഡും മ്യൂക്കസ് ഒക്കെ കാണാം.
പിന്നെ എന്തെങ്കിലും നമ്മൾ മറ്റേ ആസിഡ് പോയ്സണിങ് പറഞ്ഞ പോലെ തന്നെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പാടില്ല. ഗിവ് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്, നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കാം, കുറച്ച് രീതിയിലുള്ള കൊടുക്കാം. അപ്പൊ അവിടെ വിനേഗർ, സിട്രിക് ആസിഡ്, അതേപോലെ ലെമൺ ഓർ ഓറഞ്ച് ജ്യൂസ്, ബാർലി വാട്ടർ. അപ്പൊ ആൽക്കലി ആവുന്ന സമയത്ത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും മീഡിയം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ വിനേഗർ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഒക്കെ ഇത് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം. അതേപോലെ ലെമണോ ഓറഞ്ച് ജ്യൂസോ ബാർലി വാട്ടറോ ഇങ്ങനെ എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇപ്പൊ നമ്മള് എന്താണ് ഇപ്പോ എന്തൊക്കെയാണ് മെയിൻ സോഴ്സസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അസിഡിക് ആവുന്ന സമയത്ത് നമ്മൾ ടോയ്ലറ്റ് ബവൽ ക്ലീനർ, അതേപോലെ മെറ്റൽ സിമെന്റ് ക്ലീനിങ് പ്രോഡക്റ്റ്, റസ്റ്റ് റിമൂവിങ് പ്രോഡക്റ്റ് ഒക്കെയാണ് ആസിഡിന് ഇത് വരിക. ആൽക്കലി ആകുമ്പോൾ നമ്മൾ പറഞ്ഞ ബ്ലീച്ചേഴ്സ്, ഓവൻ ക്ലീനിങ് പ്രോഡക്റ്റ്, സ്വിമ്മിങ് പൂൾ, സാനിറ്റൈസർ, ഡിഷ് വാഷർ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇതിന്റെ കമ്പോണൻസ് വരുന്നത്. ഇതിൽ എന്താണ് അതിന്റെ സോഴ്സ് എന്നുള്ളതൊന്ന് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ആസിഡ് പോയ്സണിങ്ങും ആൽക്കലി പോയ്സണിങ്ങും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് നമ്മളെ പ്ലാന്റ് ആണ് കുറച്ച് പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാന്റിൽ നമ്മൾ ഡെറ്റൂറ എന്ന് പറയുന്ന പ്ലാൻ എല്ലാവരും കണ്ടത് തന്നെ ആയിരിക്കുമല്ലോ. നമ്മള് ഈ ഒരു ചർച്ച വന്നിരുന്നല്ലോ, ഈ പ്ലാന്റ് മുന്നിൽ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പ്ലാന്റ് വെട്ടി മാറ്റിയതൊക്കെ മുന്നേ ഒരു ഇതുണ്ടായിരുന്നില്ലേ. അപ്പോൾ സേഫ്ഡ് ഡെറ്റൂറ അല്ലെങ്കിൽ കാല ഡെറ്റൂറ, രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് സേഫ്ഡ് ഡെറ്റൂറും ഉണ്ട്, പിന്നെ കാല ഡെറ്റൂറും ഉണ്ട്. അപ്പൊ സേഫ്ഡ് ഡെറ്റൂറാണ് കുഴപ്പമില്ലാത്തത്. ഇതിന്റെ എന്താണ് പോയ്സണിങ് എന്നുള്ളത് നോക്കി വെക്കുക. ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഡ്രൈഡ് സീഡ്, ഡി ആണ് ഡെറ്റൂറ. അപ്പൊ ഈ ഡെറ്റൂറയിൽ നമ്മൾ പറയുന്ന എല്ലാം എന്തായിരിക്കും, ഒരു ഡി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഡ്രൈഡ് സീഡ് ആണ് ഇതിന്റെ പോയ്സണിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡ്രൈഡ് ലീവ്സും കൂടെ അതിന്റെ പോയ്സണിങ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം നമ്മളൊക്കെ പുറമേ കൂടെ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന് എന്താണ് കുട്ടികൾക്കൊക്കെ തന്നെ അതിന്റെ എക്സ്പോഷർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈ മൗത്ത് ത്രോട്ട്, അപ്പൊ ഒരു ഡ്രൈ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ മൗത്ത് ത്രോട്ട് ഒക്കെ ഡ്രൈ ആയിരിക്കും, ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, ബേണിങ് സ്റ്റൊമക്കിലൊക്കെ ഒരു ബേണിങ് പെയിൻ ഉണ്ടായിരിക്കും, ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ് ആൻഡ് ടോക്കിംഗ്, എടുത്തെടുത്ത് സോളോയിങ്ങിനും ടോക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഗിഡിനെസ്, അറ്റാക്സിയ, ഒരു തലകറക്കം അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ഒരു കള്ളൊക്കെ കുടിച്ചതിനെ പോലെ തന്നെ ഒരു ഇൻടോക്സിക്കേഷൻ ഉണ്ടാകും. ഡ്രൈ ഹോട്ട് സ്കിൻ, അതതിന്റെ പ്രത്യേകതയാണ്. ഈ ഡെറ്റൂറസ് അമോണിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സ്കിന്നൊക്കെ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഉണ്ടാവുക. ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സിംറ്റം ആണ് മട്ടറിൻ ഡെലീരിയം. ട്രൈ ടു റൺ അവേ ഫ്രം ബെഡ്, പിക്സ് അറ്റ് ബെഡ് ക്ലോസ്, ട്രൈസ് ടു പുൾ ഇമാജിനറി ത്രെഡ്സ് ഫ്രം ദി tips and his develops dreadful hallucination of sight, hearing, convulsion, coma. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഹയോസയാമസില്, സ്ട്രമോണിയത്തില് ഇങ്ങനെയൊക്കെ കുറെ ഡ്രഗ്സിൽ നമ്മൾ ഇതേ രീതിയിൽ സിംറ്റം പറയുന്നുണ്ട്. അതായത് മെട്ടറിൻ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ പിച്ചും പേയും പറയാന്ന് പറയും നമ്മളവിടെയൊക്കെ. നിങ്ങൾ എങ്ങനെ പറയാന്നറിയില്ല. അതായത് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി പറയില്ലേ, അതേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഓൾറെഡി ബെഡിലാണെങ്കിൽ ബെഡിൽ നിന്ന് ഓടിച്ചാടി പോവാന്നുള്ളതിന് വേണ്ടിയിട്ട് നോക്കും. പിന്നെ ബെഡ് ക്ലോത്ത്സ് ഒക്കെ വെറുതെ ഇങ്ങനെ എന്താണ് പറിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എന്തോ നൂലോ കാര്യങ്ങളൊക്കെ മേലുണ്ട്, അല്ലെങ്കിൽ ഫിംഗേഴ്സിന്റെ അറ്റത്ത് നൂലുണ്ട് എന്നുള്ള രീതിയിൽ അതിങ്ങനെ ഇങ്ങനെ പറിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ ഇവരിങ്ങനെ ചെയ്യുന്നതാണ്, ഇവർക്ക് തോന്നലാണല്ലോ. ഇതൊക്കെ ഒരു ഡെറ്റൂറൊക്കെ പൊതുവെ നമ്മളൊരു എന്താണ് കള്ളുകുടിച്ചിന്റെ ഒക്കെ ഒരു അതേ രീതിയിൽ തന്നെയാണ് സിംറ്റംസ് കാര്യങ്ങൾ കാണിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ അവർക്ക് ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഹാലൂസിനേഷൻ ഉണ്ടായിരിക്കും. എന്തൊക്കെയോ സൈറ്റ് കേൾക്കുന്നു, എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ പല ഹാലൂസിനേഷൻസ് കാര്യങ്ങളും അതിന് കൂടെ ഉണ്ടാവും. കൺവെൻഷൻ, കോമ, ഇതൊക്കെ അതിന് കൂടെ തന്നെ പിന്നെ വരാം. അപ്പൊ ഡെറ്റൂറയിൽ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. ഡെറ്റൂറ സ്ട്രമോണിയം അതിന്റെ പോയ്സണിങ്ങിൽ ഒരു കുറച്ച് 9 ഡീസ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. 9 എന്നുള്ളതൊന്നും വേണ്ട, കുറച്ച് ഡി ഇങ്ങനത്തെ സിംറ്റംസ് കുറച്ച് തന്നിട്ട് ഇത് എന്തിന്റെ എന്താണ് ഏത് പോയ്സണിങ്ങിന്റെ ആണ് മാത്രമേ ഒറ്റ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ കുറച്ച് ഇങ്ങനത്തെ സിംറ്റംസ് ആണ് തരാം. ഡെലീരിയം, ഡെർമറ്റൈറ്റിസ്, ഡിസ്ഫാജിയ, ഡിപ്ലോപ്പിയ, ഡെലൂഷൻ, ഡയലേറ്റഡ് പ്യൂപ്പിൾ, ഡ്രയർ ഹോട്ട് സ്കിൻ, ഡയലേറ്റഡ് വെസൽസ്, ഫ്ലഷ്ഡ് ഫേസ്. അതായത് അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഡീന്റെ കുറച്ച് സിംറ്റംസ് തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡെലീരിയം ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഡെലൂഷൻ ഉണ്ട്, കുറച്ച് ഇങ്ങനത്തെ ഈ ഡ്രൈ ഹോട്ട് സ്കിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെറ്റൂറയിലാണ് ഉണ്ടാവുക. ഇനി എന്താണ് ഇതിന്റെ കൂടെ എന്താണ് ടെക്സ്റ്റിൽ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറെ ഇതിന്റെ സിംറ്റംസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിൽ എല്ലാം ഇമ്പോർട്ടൻസ് അല്ല, അപ്പൊ നമ്മൾ അതൊക്കെ അങ്ങനെ ഓരോന്നെടുത്ത് പറയാന്നില്ല. അപ്പൊ അതിൽ കുറച്ച് പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കന്യാബി സറ്റേവ, അതിന്റെ വേറെ പേരുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി ചെയ്തൊക്കെ, കാരണം അതിന്റെ ഇപ്പോഴത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന നെയിം എന്താ, അല്ലെങ്കിൽ അത് വേറെ അത് എന്തിനോട് കണക്റ്റഡ് ആണ്, അങ്ങനെയൊക്കെ. ഡെറ്റൂറ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ സേഫ് ദത്തൂറ, കാലാ ദത്തൂറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കന്നാബിസ് സറ്റീവയൊക്കെ നമുക്ക് കോമൺ വേറെ നെയിംസ് അറിയാം, ബാങ്, ഗഞ്ച, ഹാഷിഷ്, മജു. ഇപ്പൊ നമ്മളെ ഹാഷിഷ് ഒക്കെ അല്ലേ കൂടുതലായിട്ട് നമ്മളിപ്പോ കേൾക്കുന്ന വേർഡ്സ്.
അപ്പൊ കൊക്കൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്ക പ്ലാന്റ് എന്നാണ് കിട്ടുന്നത്. അതൊക്കെ ടെസ്റ്റ് ഇങ്ങനെ ഇട്ടുന്നുള്ളൂ കേട്ടോ. വൈറ്റ് ഒലിയാണ്ടറിന് കനീർ എന്ന് പറയും, അതേപോലെ യെല്ലോ ഒലിയാണ്ടറിന് പിലാ കനീർ എന്ന് പറയും. അക്കോണൈറ്റിന് മിത്ത സഹറും അതേപോലെ ദുധിയ വിഷ്ണു എന്ന പേരൊക്കെ ഉണ്ട്. ഒപ്പിയത്തിന് അഫീം എന്ന് പറയും. അപ്പൊ അത് എന്താണ്, ഇതൊക്കെ ഇതിനൊരു ഒരു പേരുകള് വേറെ തന്നെ കൊടുത്തതാണ്. പിന്നെ നിങ്ങളെ ടെക്സ്റ്റിൽ ലോൺ ജസ്റ്റ് ആഡ് ചെയ്തോളൂ. സിംറ്റംസ് വൈസ് ഓരോന്നിനും കന്നാബിസറ്റീവ് ഇതേപോലെ ഡെലീരിയം, ഹാലുസിനേഷൻ, കൊക്കൈൻ ആണെങ്കിലും മറ്ററും ഡെലീരിയം ഉണ്ടാവും. പിന്നെ എന്തോ ഒരു സ്കിന്നിൽ ഇങ്ങനെ അരിച്ചു പോണത്, നമ്മൾ തൊലിപ്പുറമെ കൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ അരിച്ചു പോണ ഫീലിംഗ്, അങ്ങനെയൊക്കെയാണ് ഓരോന്നിന്റെ സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കേണ്ട പോകേണ്ട ആവശ്യം. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണേ. എന്തൊക്കെ ടൈപ്പ് പോയ്സണിങ്ങിൽ നമ്മളിപ്പോ മെറ്റൽ പോയ്സണിങ്, അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്. അതിൽ നമ്മൾ ലെഡ്, മെർക്കുറി, ആർസനിക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇത് ടെക്സ്റ്റ് ഓർഡറിൽ പോയതുകൊണ്ടാണ് ലെഡ് ഫസ്റ്റ് വന്നത്. ആർസനിക് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റൽ പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഓർഡറിൽ നമുക്ക് ലെഡ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ലെഡിന് നമ്മൾ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് ലെഡ് ആണ്. അതിന്റെ കൂടുതൽ തന്നെ മെറ്റാലിക് ടേസ്റ്റ് ഇൻ മൗത്ത് എല്ലാത്തിലും ഉണ്ടാവും, കാരണം മെറ്റൽ പോയ്സൺ ആണല്ലോ. അപ്പൊ ഒരു പോയ്സൺ എടുത്താൽ അതിന് വായ്ക്ക് ഫുള്ളൊരു മെറ്റൽ ടേസ്റ്റ് ഉണ്ടാവും. അതിന്റെ ക്രോണിക് സിംറ്റം, അതായത് ഇപ്പൊ നമുക്ക് അക്യൂട്ട് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ലെഡിന്റെ എക്സ്പോഷർ സാധാരണ വരിക എങ്ങനെയാ വെച്ചാല് ഈ പെയിന്റേഴ്സിനൊക്കെ പെയിന്റിങ്ങില് അവര് ലെഡിന്റെ ആഡ് ചെയ്യുന്നത് പെയിന്റില്. അപ്പൊ ഈ ക്രോണിക് ആയിട്ട് പെയിന്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സിംറ്റംസ് പിന്നെ കാണിക്കും. അങ്ങനെ കാണിക്കുന്നതിന് നമ്മൾ എന്താ പറയാ, പ്ലംബിസ് എന്ന് പറയാം. ലെഡിൽ മാത്രമല്ല കുറെ രീതിയിൽ ലെഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലെഡ് ആഡ് ചെയ്യുന്ന കുറെ അവർക്ക് ആ ജോബ് എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ ലെഡിന്റെ എക്സ്പോഷർ കൂടുതൽ വരിക, ഇൻഡസ്ട്രിയൽ കാര്യങ്ങളൊക്കെ. അപ്പൊ ക്രോണിക് ആയിട്ട് ലെഡിനോട് എക്സ്പോഷർ വന്നിട്ടുണ്ടാവുന്ന സിംറ്റത്തിനാണ് നമ്മൾ എന്താ പറയാ, പ്ലംബിസ് എന്ന്. അപ്പൊ ആ വേർഡ് നോട്ട് ചെയ്ത് വെക്കാം. ലെഡിന്റെ പ്ലംബിസം ഏത് ഡിസീസ് ആയിട്ടാണ്, ഏത് മെറ്റൽ ആയിട്ടാണ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് ലെഡാണ്. അപ്പൊ പിന്നെ പെയിന്റേഴ്സ് കോളിക്ക്, അപ്പൊ പെയിന്റേഴ്സിനാണ് സാധാരണ ലെഡിന്റെ കൂടുതൽ കോംപ്ലിക്കേഷൻ കാണിക്കാറില്ല. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഒരു അബ്ഡമിനൽ പെയിൻ പറയും. അപ്പൊ നമ്മൾ പ്ലംബമെറ്റ് ഒക്കെ കൊടുത്താൽ നമുക്ക് നല്ല റിലീഫ് കാണും. പ്ലംബമെറ്റ് ലെഡിന്റെ ബാക്കിയാണ്. അപ്പൊ പെയിന്റേഴ്സ് കോളിക്കൽ എന്ന് വെച്ചാല് ഭയങ്കര അബ്ഡമിനൽ പെയിൻ ആയിരിക്കും, ക്രാമ്പിംഗ് ആയിട്ട് വയറിങ്ങനെ കൊളത്തി പിടിക്കുന്ന രീതിയിലുള്ള വേദനയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അതൊരു ലെഡിന്റെ സിംറ്റാണ്. പിന്നെ ഇതിന്റെ ക്രോണിക് പോയ്സണിങ്ങിന്റെ സമയത്ത് ഇതേപോലെ തന്നെ ലെഡിന് ക്രോണിക് ആയിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ബ്ലൂ ലൈൻ ഇൻ ഗംസിലൊക്കെ ഭയങ്കര ബ്ലൂ ലൈൻ കാണിക്കാം. സ്റ്റൂൾ എന്തായിരിക്കും, ബ്ലഡി ഡാർക്ക് കളർ ആയിരിക്കും. അതിന് കൂടെ തന്നെ ഹെഡ് ഏക്ക്, ക്രാംസ്, ഡ്രൗസിനെസ്, കൺവേർഷൻ, നമ്പറസ്. കോമൺ സിംറ്റംസ് ഒന്നും നിങ്ങളോട് ചോദിക്കില്ല, കാരണം ഇത് ആർക്കും വരാം, ഏതിനും വരാം. അപ്പൊ നമ്മൾ ഇതിലെന്ന് വെച്ചാല് പ്ലംബിസം, പെയിന്റേഴ്സ് കോളിക്കും ഒന്ന് നോക്കുക, അത് രണ്ടും ലെഡിലാണ് വരുന്നത്. അപ്പോ ഈ ലെഡിൽ ബ്ലൂ ലൈൻ ഗംസിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ളൊരു അതിന്റെ ബ്ലൂ ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ കോമൺ സിംറ്റംസ് ഒന്നും വേണ്ട, ഹെഡ് ഏക്ക് ഉണ്ടാവും, ഇറിറ്റബിലിറ്റി, പിന്നെ സെൻസേഷൻസ് ഒക്കെ കുറയും, അതേപോലെ സ്ലീപ്പിംഗ് ഒക്കെ കുറയും, അതൊക്കെ അതിന് കോമൺ ആണ്. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, അപ്പറ്റൈറ്റ് ഉണ്ടാവും. പിന്നെ ലെഡിൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ലെഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിഞ്ഞു നിൽക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ സാധാരണ ഉണ്ടാകും. അതാണ് പ്ലംബമെറ്റ് എന്നുള്ളതിന്റെ തന്നെ മെയിൻ ആയിട്ട് വരുന്നത്. അതിന് കൂടെ അനീമിയ ഉണ്ടാവും. പിന്നെ ലെഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിഷ്യൂസിന്റെ ഓക്സിജനെ എല്ലായിടത്തേക്കും എത്തിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ അവിടെ അനീമിയൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ ബാക്കി കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകുന്നില്ല. ഇനി നമ്മൾ ഇപ്പോ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് എടുത്ത് പറഞ്ഞുള്ളൂ. പിന്നെ പേഷ്യന്റ് നമ്മളെടുത്ത് പറയുന്ന സമയത്ത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ഓഫ് കോഴ്സ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, പിന്നെ ഒരു കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ കുറയും, അതിന്റെ കൂടെ തന്നെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഒരു ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഇൻ RBCs എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഈ RBCയിൽ ഞാൻ പറഞ്ഞു ഓക്സിജനെ ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട സാധനത്തിന് ഓക്സിജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ലെഡിന്റെ പോയ്സണിങ് കയറി വരും. അങ്ങനെ സമയത്ത് ഈ RBCന്റെ ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് നടക്കും. ബേസോഫിൽസ് അതിന്റെ കണ്ടന്റ് അല്ലേ. അപ്പൊ ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ബേസോഫിൽസിനെ ഇങ്ങനെ സ്റ്റിപ്ലി ചെയ്തുകൊണ്ട് അതിങ്ങനെ അടിയിൽ അടിഞ്ഞടിഞ്ഞ് കൂടുന്നൊരു ഇത് വരും. നമ്മൾ പെരിഫറസ് ബ്ലഡ് സ്മിയർ എടുക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കുക. അപ്പൊ ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ലെഡ് പോയ്സണിങ്ങിലാണ് കാണിക്കാന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കി വെച്ചാൽ, അല്ലാണ്ട് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് വേറെ കുറെ അസുഖത്തിൽ കാണാം. ഈ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി, അതിലൊക്കെ തന്നെ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണും. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട, ലെഡിന്റെ പോയ്സണിങ്ങിലും അങ്ങനെ കാണാം. പിന്നെ അതേപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാകും. ഇത് കൂടുതലാകുന്ന കോംപ്ലിക്കേഷൻ സമയത്ത് ലെഡിന്റെ നെഫ്രോപ്പതി, അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കയ്യിന് കാലിലൊക്കെ തന്നെ തൈപ്പ് ഉണ്ടാവുന്നതിനാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്.
അഡൽട്ടിൽ നമ്മൾ ഒക്യുപേഷണൽ എക്സ്പോഷർ തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. കാർ റേഡിയേറ്റേഴ്സ്, ബാറ്ററീസ്, അതേപോലെ പെയിന്റിങ്, റിഫൈനിങ്, സ്മെൽറ്റിംഗ്, ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുക. അതായത് ആ ജോലിയൊക്കെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ. ട്രീറ്റ്മെന്റ് EDTA, സെക്സിമർ ഒക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ലെഡിൽ കോൺസ്റ്റിപ്പേഷൻ അറിയണം. അതേപോലെ പ്ലംബിസ് എന്നുള്ള വേർഡ് ബേസോഫിലിക് സ്റ്റിപ്ലിങ്. ഇനി സെക്കൻഡ് ആയിട്ട് പറയുന്നതാണ് മെർക്കുറി. മെർക്കുറി നമ്മൾ തേർഡ് ഇമ്പോർട്ടൻറ്റ് ടോക്സിസിറ്റി ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ആൽസനിക് ആണ്, സെക്കൻഡ് ലെഡ് ആണ്, മൂന്നാമത് മെർക്കുറി ആണ്. അപ്പൊ മെറ്റാലിക് ടേസ്റ്റ് ഇൻ മൗത്ത് ഉണ്ടാകും. അതിനെ പോലെ തന്നെ ടങ്ങിലൊക്കെ തന്നെ ഒരു കൊറോഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രേ വൈറ്റ് കോട്ടിങ് വന്നിട്ടുണ്ടാവും. പിന്നെ മെർക്കുറിയിൽ പറയുന്നതാണ് ഒരു മീനമാത ഡിസീസ് എന്ന് പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ ഈ ജപ്പാനിലൊക്കെ ഒരു ഫിഷ് വളർത്തുന്ന ഈ പോണ്ടിലൊക്കെ തന്നെ ഈ മീഥൈൽ മെർക്കുറി പോയ്സണിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മീഥൈൽ മെർക്കുറി അവരെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് പോണ്ടിലൊക്കെ. അങ്ങനെ സമയത്ത് അതൊക്കെ ആ ഫിഷിലേക്ക് കയറിയത്. അങ്ങനെ ഫിഷിൽ കഴിയുമ്പോൾ ഫിഷ് നമ്മളൊക്കെ കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കുന്ന സമയത്ത് മീഥൈൽ മെർക്കുറി എന്ന് പറഞ്ഞത് ബോഡിയിൽ എത്തിയിട്ട് ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാകുന്ന, അതേപോലെ തലയൊക്കെ വലുതാകുക, പിന്നെ എന്താണ് ഫുള്ള് ഒരു കോൺഷ്യസ്നെസ് ഒരു പകുതി പോയ നിൽക്കുന്ന രീതിയിൽ കയ്യിനൊക്കെ ഫുള്ള് എന്താണ് ഒരു ഡിഫോമിറ്റീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുന്ന ഒരു സിംറ്റത്തിന് ഒരു അസുഖമാണ് മീനമാത ഡിസീസ് എന്ന് പറഞ്ഞത്. ജപ്പാനിൽ ഇപ്പോഴും അതിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്ന് കുറെ ഹിരോഷിമ, നാഗസാക്കി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതുണ്ടായല്ലോ. അതേ രീതിയിൽ തന്നെ വന്നതാണ് മീനമാത ഡിസീസ്. മീഥൈൽ മെർക്കുറി പോയ്സണിങ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫിഷ് ആണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തത്. പിന്നെ ഇതിന് കൂടെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാകാം, പിന്നെ നമ്പനസ് ഉണ്ടാകാം, കൺവേർഷൻ, അതൊക്കെ എല്ലാ പോയ്സണിങ്ങിനും കോമൺ ആണ്. അപ്പൊ തേർഡ് ഇമ്പോർട്ടൻറ്റ് ടോക്സിസിറ്റി ആണ് മെറ്റാലിക് ടേസ്റ്റ് വേണം. മീനമാത ഡിസീസ് ഏതിലാ വന്നു വെച്ചാൽ മെർക്കുറി ആണ്. അപ്പൊ മെർക്കുറി പോയ്സണിങ് നമുക്ക് കോമൺ സിംറ്റംസ് തന്നെ ആയിരിക്കും. ഫെറ്റീഗ് ഉണ്ടാകും, ഹെഡ് ഏക്ക് ഉണ്ടാകും, പിന്നെ ഇൻസോംനിയ, ഉറക്കക്കുറവുണ്ടാകും, അതേപോലെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. ട്രെമർ കൂടുതലായിട്ട് പറയുന്നത് മെർക്കുറിയിലാണ്. നമുക്കൊക്കെ FMTയിൽ നമ്മൾ ഫോറൻസിക്കിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പഠിക്കാനുള്ള മെർക്കുറിയാണ്. പിന്നെ ഡാൻബറി ട്രെമർ, അങ്ങനെ കുറെ മെർക്കുറിൻ്റെതായിട്ട് കുറെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ട്രെമേഴ്സിൽ മെർക്കുറിൻ്റെത് പറയുന്നുണ്ട്. ജസ്റ്റ് അവരുടെ ഷർട്ട് തന്നെ ഇടാൻ പറ്റാത്ത രീതിയിൽ ആദ്യം അത്രത്തോളം ഇത് അറിയില്ല, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ട്രെമറിലേക്ക് വരും. പിന്നെ കാർഡിയോവാസ്കുലർ, അതേപോലെ കിഡ്നി പ്രോബ്ലംസ്, അങ്ങനെ കുറെ മെർക്കുറിയിൽ പറയുന്നുണ്ട്. അപ്പം മെർക്കുറിന് എന്താണ് ഹൈ ആയിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് അതിന് നമ്മൾ മെർക്കൂറിയാലിസം എന്ന് പറയും. പക്ഷെ മെർക്കുറി എന്ന് പേരവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മെർക്കൂറിയാലിസം എന്ന് പറഞ്ഞാൽ എന്തായാലും മെർക്കുറി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. പ്ലംബിസ് എന്ന് പറയുമ്പോൾ ലെഡ് ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പൊ എക്രോഡൈനിയ അല്ലെങ്കിൽ പിങ്ക് ഡിസീസ് എന്നൊക്കെ പറയും. മെർക്കുറി കൂടുതലാകുന്ന സമയത്ത് പിന്നെ ഒരു പിങ്ക് ഡിസ്കളറേഷൻ, ഇപ്പൊ ഈ കാലിലൊക്കെ പോലെ പെയിൻ ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടാകും, അതിന്റെ കൂടുതൽ തന്നെ ഒരു പിങ്ക് ഡിസ്കളറേഷൻ ആയിട്ട് കാണിക്കുമ്പോൾ അതിനെ മെർക്കുറിന്റെ ടോക്സിസിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പിങ്ക് ഡിസീസ് എന്ന് പറയും. മീനമാത ഡിസീസ് ഞാൻ പറഞ്ഞു. അതേപോലെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്, ഹിയറിംഗ് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെന്ത് പറയാം, മീനമാത ഡിസീസ് എന്നാണ്. ഇനി കോപ്പർ ആകുമ്പോൾ അബ്ഡോമനിൽ പെയിൻ ഉണ്ടാകും, അതേപോലെ മെറ്റാലിക് ടേസ്റ്റ്, പിന്നെ ക്രോണിക് ആയിട്ടുള്ള കോപ്പർ പോയ്സണിന്റെ സമയത്ത് ഗ്രീനിഷ് ലൈൻ ഓൺ ഗംസിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ ബ്ലൂ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലെഡിൽ ബ്ലൂ ലൈൻ പറഞ്ഞ പോലെ തന്നെ കോപ്പറിന്റെ എന്താണ് ഗ്രീനിഷ് ലൈൻ ഓൺ ഗംസ് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ കോപ്പർ ടോക്സിസിറ്റിയിൽ നമ്മൾ ഈ എന്തായാലും ആലോചിച്ച് വെക്കുക, ഒരു കേസർ ഫ്ലീഷർ റിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കോപ്പർ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് ലെൻസിന്റെ ചുറ്റുപാടുള്ള സ്ഥലത്തൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പൊ ഈ കോപ്പർ അക്യുമുലേറ്റ് ചെയ്ത് ലെൻസിൽ കണ്ടിട്ടില്ലേ, ആ ഒരു ഗ്രേ കളർ ചുറ്റോടും കാണാൻ, അതിനാണ് നമ്മൾ എന്ത് പറയാ, കേസർ ഫ്ലീഷർ റിംഗ് അല്ലെങ്കിൽ KF റിംഗ്. അപ്പൊ KF റിംഗ് ഏതിന്റെ ടോക്സിസിറ്റിയിലാണെന്നുണ്ടാകുമ്പോൾ അത് കോപ്പർ ടോക്സിസിറ്റി. അങ്ങനെ 1-2 വേർഡുകൾ മാത്രം എല്ലാത്തിലും പഠിക്കാനുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ കോപ്പർ പോയ്സണിങ്ങിന്റെ സമയത്ത് എന്താ വെച്ചാൽ ചില്ല്, ഫീവർ, അവർക്ക് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മൗത്തിൽ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാകും, പിന്നെ ലിവറിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ജോണ്ടിസ്, യെല്ലോയിങ് ഒക്കെ ഉണ്ടാകും, അനീമിയ, ഷോക്ക്, പിന്നെ ഗ്യാസ്ട്രിക്കിന്റെ കുറെ സിംറ്റംസ്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കേസർ ഫ്ലീഷർ റിംഗ് ഒന്ന് ജസ്റ്റ് നോക്കിയേ. ഇനി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ആർസനിക് പോയ്സണിങ്. അതിന് നമ്മൾ വേറൊരു പേരായിട്ട് സംഖ്യ എന്നും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ
ഹോമിസൈഡൽ പർപ്പസിൽ, അതായത് ഒരാളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സംഖ്യ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അതായത് ആഴ്സനിക് പോയ്സണിങ് അല്ലെങ്കിൽ ആഴ്സനിക് ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ കിട്ടില്ല. അപ്പൊ നമ്മൾ സംഖ്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഇതിന്റെ പോയ്സണിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ബേണിങ് മൗത്ത്, ത്രോട്ട്, സ്റ്റൊമക്ക്, അങ്ങനെ പോയ വഴി ആഴ്സനിക് നമ്മൾ മറ്റേ ഒരു അസിഡിക് പോയ്സണിങ് പോലെ തന്നെയാണ് ഉണ്ടാക്കുക. പോണ വഴിക്കലൊക്കെ തന്നെ പുകഞ്ഞിട്ട് നമ്മൾ ആസാൽബിനെ ആലോചിച്ചാൽ മതി. മൗത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മൗത്ത്, ത്രോട്ട്, സ്റ്റൊമക്ക് തന്നെ ബേണിങ് ആയിരിക്കും. പിന്നെ ഗാർലിക് ബ്രെത്ത്, അത് നോക്കിയേക്കുക. ഗാർലിക് ബ്രെത്ത് സീൻ ഇൻ ആഴ്സനിക് പോയ്സണിങ് ആണ്. അതിനെ കൂടി തന്നെ സിവിയർ, എന്നാലും പോയ്സണിങ് ആണ്, അപ്പൊ ഇങ്ങനെ മൗത്തിലൂടെ എടുത്തതാണ്. സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, വൊമിറ്റിംഗ് ഉണ്ടാവാം, കൺവൽഷൻ, കോമ, അതൊക്കെ അതിന്റെ കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കിയാൽ മതി. ഗാർലിക് ബ്രെത്ത് ആലോചിച്ച് വെക്കുക. പിന്നെ അതിന്റെ സംഖ്യ എന്ന് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോ അതേപോലെ ആഴ്സനിക്കിന് ക്രോണിക് ആയിട്ടുള്ള പോയ്സണിങ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ പറയും. ഇപ്പൊ നമ്മൾ ഈ കയ്യിലൊക്കെ കണ്ടോ കുത്തിട്ട പോലെ ഉണ്ടാകും, അതേപോലെ കാലിന്റെ അടിയിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതിനാണ് റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിന് കൂടി തന്നെ ഹൈപ്പർ കെരാറ്റോസിസ്. ഹൈപ്പർ കെരാറ്റോസിസ് പറഞ്ഞാൽ ആ പാർട്ടിലുള്ള സ്കിന്ന് കട്ടിയായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർ കെരാറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോണിക് പോയ്സണിങ് ഉണ്ടാകുന്ന സമയത്ത് റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ ഉണ്ടാകും, ഹൈപ്പർ കെരാറ്റോസിസ് ഉണ്ടാകും. ഇനി ആഴ്സനിക് ഉണ്ടോ എന്നുള്ളത് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യാൻ, അതായത് ആഴ്സനിക് പോയ്സണിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് മാർഷ് ടെസ്റ്റ്, MARSH. അത് നോക്കിയേക്കാന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മാർഷ് ടെസ്റ്റ് ആഴ്സനിക്കിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതേപോലെ തന്നെ വൈറ്റ് ലൈൻ ഫിംഗർ നെയിൽ, ഫിംഗറിലെ ഹാൻഡ്സിലൊക്കെ, ഫിംഗേഴ്സ് എന്ന് പറയുന്നില്ല, ഫിംഗേഴ്സിൽ എന്താണ് ഒരു വൈറ്റ് ലൈനാണ് ആൾഡ്രിച്ച് മീസ്ലൈൻ എന്ന് പറയാം. അത് അടുത്ത പിക്ചറിൽ കാണിച്ചുതരാം. ഇനി ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ ആഴ്സിൽ യൂസ് ചെയ്യുന്നത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറിക് ഓക്സൈഡ് ആണ്. ആന്റിഡോട്ട് ഒന്നും ചോദിക്കില്ല. പിന്നെ ആഴ്സനിക് പോയ്സണിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് ആണ് അതിന്റെ ആന്റിഡോട്ട് പറഞ്ഞത്. വൈറ്റ് ലൈൻ ആയിട്ട് ഫിംഗറിൽ കാണിക്കുന്ന ഇതാണ് ആൾഡ്രിച്ച് മീസ്ലൈൻ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കണ്ടില്ലേ? അപ്പൊ ഈ പിക്ചറിലാണ് ഇപ്പൊ ഈ കൈയിന്റെ അറ്റത്ത് നമ്മൾ ഫിംഗറിന്റെ ഭാഗങ്ങൾ കാണുന്ന, അതിനാണ് ഒരു വൈറ്റ് ലൈൻ ആയിട്ട് കാണില്ല, അതിനാണ് ആൾഡ്രിച്ച് മീസ്ലൈൻ എന്ന് പറയാം. അപ്പൊ അത് രണ്ട് നോക്കി വെക്കാം. ആൾഡ്രിച്ച് മീസ്ലൈനും അതേപോലെ മാർഷ് ടെസ്റ്റും. ടെസ്റ്റാണ് മാർഷ് ടെസ്റ്റ് ആഴ്സനിക്കിന്റെ. പിന്നെ കയ്യിൽ കാണുന്ന ഒരു വൈറ്റ് ലൈനാണ് ആൾഡ്രിച്ച് മീസ്ലൈൻ എന്ന് പറയും. പിന്നെ സ്കിന്നിൽ ഇപ്പൊ ഹൈപ്പർ കെരാറ്റോസിസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു, അതേപോലെ പിഗ്മെന്റ് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാക്കും. അതിന് നമ്മൾ റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ എന്ന് പറയും. പിന്നെ എന്താണ് ബാക്കിയുള്ളടത്തൊക്കെ പിന്നെ ആഴ്സനിക്കിന്റെ എക്സ്പോഷർ കൂടുന്ന സമയത്ത് ലങ്സില്, ബ്ലാഡറില്, കിഡ്നി, ലിവറിലൊക്കെ തന്നെ ക്യാൻസറിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ലങ് ക്യാൻസറിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഈ ഒക്യുപേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്സനിക്കിനോടുള്ള ഒക്യുപേഷൻ അല്ലെങ്കിൽ സിലിക്കോസിസിനോടുള്ള ഒക്യുപേഷൻ, അങ്ങനെ കുറെ ഇത് പറയുന്നു. അതായത് അവർ കൂടുതൽ എക്സ്പോഷർ ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത്. പിന്നെ ബ്ലാഡർ ക്യാൻസറിൽ അതിലും ഇതേപോലെ തന്നെ കൂടുതൽ സാധ്യതകൾ ഉള്ളതാണ് ആഴ്സനിക്കിന്റെ എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ. കിഡ്നി ലിവറിലൊക്കെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് കൂടുതൽ കാണിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആഴ്സനിക്കിന്റെ വേരിയസ് ക്യാൻസേഴ്സ് ഉണ്ടാകും. അതേപോലെ കുട്ടികൾക്ക് മോർട്ടാലിറ്റിക്ക് വളരെ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ആഴ്സനിക് എന്താണ് നമ്മൾ റൈസിലൂടെ കണ്ടാമിനേറ്റ് ചെയ്ത് വരാം. പിന്നെ പശുക്കളിലെ അവർക്ക് അസുഖം വന്നിട്ട് അത് നമ്മൾ അവരെ മിൽക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേപോലെ വരാം. ഗ്രെയിൻസ് എന്ന് വരാം. ഇപ്പൊ നമ്മൾ ഈ പാടങ്ങളിലൊക്കെ അടിക്കുന്ന ഇത് ഫ്യൂംസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്പൊ അതിന്റെ റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിലും ആഴ്സനിക്കിന്റെ എക്സ്പോഷർ നമ്മുടെ ബോഡിയിലേക്ക് വരാം. പിന്നെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്സനിക് ഫ്രീ ഡ്രിങ്കിങ് ആയിട്ട് ഫുഡ് ഇതാക്കുക, അതേപോലെ ഫുഡ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തതൊക്കെയാണ് ആഴ്സനിക്കിനോടുള്ളൊരു നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ആഴ്സനിക് എന്താ വെച്ചാൽ ഡയഗ്നോസ് ചെയ്യാൻ ഈസിയാണ്. അതേപോലെ തന്നെ അപ്പോൾ വേഗം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ നെക്സ്റ്റ് ക്യാൻസറിലേക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മീസ്ലൈൻ ആലോചിക്കുക, 6 വീക്സ് കഴിഞ്ഞിട്ടാണ്, അതായത് ക്രോണിക് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്താണ് മീസ്ലൈൻ കാണിക്കുക. പിന്നെ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൈയിന്റെ ഒക്കെ കട്ടി കൂടുന്നതിനെയാണ് നമ്മൾ കെരാറ്റിനൈസേഷൻ എന്ന് പറയാ. അപ്പൊ ഹൈപ്പർ കെരാറ്റോസിസ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കണ്ടീഷനിലാണ്. ഗാർലിക് ബ്രെത്ത് ആലോചിച്ച് വെക്കുക. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ ഉണ്ടാകും. പിന്നെ ന്യൂറോപ്പതി പറയുന്നുണ്ട് കയ്യിലും കാലിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗ്ലൗസ് ഇട്ട പോലെ, അതായത് അത്രയും തൊട്ടാൽ അറിയാത്ത രീതിയിലുള്ളൊരു ഒരു ന്യൂറോപ്പതിന്റെ ഒരു തരിപ്പും കാര്യങ്ങളും കൂടി ആഴ്സിലുണ്ടാവും.
അതിന് ഓർഗാനിക് കെമിക്കൽ പോയിസണിങ് അതിൽ നമ്മൾ കുറച്ച് പറയാനുള്ളൂ. DDT നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DDTന്റെ എന്താണ് നമ്മള് എൻവയോൺമെന്റ് എടുത്തു കൊടുത്തു അല്ലെ. DDT എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ DDTനോട് ഓവറായിട്ട് എക്സ്പോഷർ വരിക അല്ലെങ്കിൽ അതിന്റെ ഡോസ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, കൺവേർഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത് എന്താണ് അത് അവിടുന്ന് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻ റെസ്പിറേറ്ററി ഫെയിലിയർ വരെ വരാം. പിന്നെ പെട്രോളിയം ഡിസ്റ്റിലേറ്റ്, ആ ഡീസല്, കെറോസിൻ ഓയിൽ, പെയിന്റ് തിന്നേഴ്സ്, കുട്ടികൾ മണ്ണെണ്ണ കഴിച്ചു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ വെള്ളാണെന്ന് വിചാരിച്ചിട്ട് മണ്ണെണ്ണ കുടിച്ചു, ഡീസൽ കുടിച്ചു, പെയിന്റ് തിന്നർ എടുത്തു, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം അല്ലെ. അപ്പോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാല് അവർക്ക് സിംറ്റംസ് ആയിട്ട് കിട്ടുക പെയിൻ ഇൻ അബ്ഡോമന്, വോമിറ്റിങ്, നോസിയ, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് ആയിട്ട് കൂടുതലും നമുക്ക് കിട്ടാം. പിന്നെ അപ്പൊ ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേഗം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ എപ്പോഴും ഇത് കേൾക്കുന്നതാണ്, കുട്ടികളെ മണ്ണെണ്ണ കുടിച്ചതും പെയിന്റ് തിന്നറെടുത്തും എന്നൊക്കെ. അപ്പൊ അങ്ങനെ സമയത്തായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് വെജിറ്റബിൾ ഓയിൽ. ഇപ്പൊ നമ്മള് പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഏതെങ്കിലും ഓയിലുകൾ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുടിപ്പിക്കുക. ജസ്റ്റ് അത് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ പരക്കൽ കുറച്ച് കുറയും അല്ലെ. അതായത് ഇത് ഓരോ പാർട്ടിലേക്ക് എത്തുന്നത് ഒന്ന് കുറക്കാൻ പറ്റും. പിന്നെ ലിക്വിഡ് പാരഫിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് അബ്സോർപ്ഷൻ കുറക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്റ്റൊമക്ക് അബ്സോർപ്ഷൻ ചെയ്തിട്ടാണല്ലോ ഇത് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പൊ അത് നമുക്ക് കുറക്കാൻ പറ്റും. ഇനി ഓർഗാനിക് കെമിക്കൽ പോയ്സണിങ്ങിൽ ഇത് കഴിഞ്ഞിട്ട് DDT ഒക്കെ കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം. പെസ്റ്റിസൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് ആയിട്ട് അഗ്രികൾച്ചറിൽ ഹോംസിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സമയത്താണ് ഇതിന്റെ പോയ്സണിങ്ങിലേക്ക് ഇത് പോകുന്നത്. നമ്മൾ സാധാരണ ഒരു സാധനം യൂസ് ചെയ്യുന്നു, അത് അതിന്റെ സഫിഷ്യന്റ് ഡോസിന്റെ മേലെ പോകുന്ന സമയത്ത് ആണ് ഇത് പോയ്സണിങ് ആയിട്ട് മാറുന്നത്. അങ്ങനെ പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് ലീഗലായിട്ട് വെരി ലീഗലാണ്. അതേപോലെ തന്നെ ഇതിൽ കോമൺലി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ക്യുക്ക് ഫോസ്ഫറസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ മറ്റേ നമ്മൾ സംഖ്യ എന്നൊക്കെ പറഞ്ഞ പോലെ ക്യുക്ക് ഫോസ്ഫറസ് ആണ് ഓർഗനോ ഫോസ്ഫറസ് കോമ്പൗണ്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. സൂയിസൈഡൽ പർപ്പസിനും ഹോമിസൈഡൽ പർപ്പസിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ ഈ ക്യുക്സ് ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രത്യേകത ആയിട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോമിസൈഡൽ പർപ്പസിൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ ചോറ്റിലോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്മെല്ല് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും വേണമെങ്കിൽ ഫോസ്ഫറസ് ഒക്കെ എങ്ങനെയൊക്കെ കൊടുക്കലുണ്ട് എന്ന് പറയണേ കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഇതിനൊരു സ്മെല്ലുണ്ട്. അതിനെ കൂടുതൽ തന്നെ നോസിയ, വോമിറ്റിംഗ് സിംറ്റംസ് ആയിട്ട് വരാം. അബ്ഡമിനൽ പെയിന്, ഡയേറിയ കാര്യങ്ങൾ കിട്ടും. പിന്നെ കുറെ ഡിസ്ചാർജസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഡയേറിയ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ലാക്രിമേഷൻ, സ്വെറ്റിങ്, ബ്രോങ്കിയൽ സെക്രേഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്ചാർജസ് കൂടുതലായിരിക്കും. ലാക്രിമേഷൻ നമ്മളെ കണ്ണിന് വരാം, പിന്നെ സ്വെറ്റിങ് വരാം, പിന്നെ കഫ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്രോങ്കിയൽ സെക്രേഷൻ വരാം. അതിന് കൂടി തന്നെ ബ്ലറിങ് വിഷൻ ഉണ്ടാവും. വിഷനൊക്കെ ഭയങ്കര ബ്ലറായിട്ട് തന്നെ മാറും. പിന്നെ പിൻ പോയിന്റ് പ്യൂപ്പിൾ, ക്രാംസ്. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യൂപ്പിലറി ഡയലറ്റേഷൻ അല്ലെങ്കിൽ പ്യൂപ്പിലറി റിയാക്ഷൻ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻ പോയിന്റ് പ്യൂപ്പിള് എവിടെയാ പറഞ്ഞത്, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനോ ഫോസ്ഫറസ് കോമ്പൗണ്ടിൽ നമ്മൾക്ക് പിൻ പോയിന്റ് പ്യൂപ്പിൾ കിട്ടും. അതേപോലെ പോണ്ടൈൻ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്തും പിൻ പോയിന്റ് പ്യൂപ്പിൾ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡ് എടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നുള്ളത് ഈ പാർട്ട് എടുക്കുമ്പോൾ വീണ്ടും പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ നോക്കേണ്ടത്. പിൻ പോയിന്റ് പ്യൂപ്പിൾ ക്യാരക്ടറിസ്റ്റിക് ഫോർ ഓർഗനോ ഫോസ്ഫറസ് കോമ്പൗണ്ടിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിന്റെ കൂടെ ക്രാംസ് ഉണ്ടാകും, പിന്നെ കൺവെൻഷൻ, കൺഫ്യൂഷൻ, കോമ, അതൊക്കെ കോമൺ സിംറ്റംസ് ആണ്. അപ്പൊ ഈ ലാക്രിമേഷൻ, സ്വെറ്റിംഗ്, ബ്രോങ്കിയൽ സെക്രേഷൻ ഉള്ളതും എല്ലാ ഡിസ്ചാർജസുകൾ കൂടുന്നുള്ളതും പിൻ പോയിന്റ് പ്യൂപ്പിളും ഇതിൽ നോക്കാം. അപ്പൊ ഓർഗനോ ഫോസ്ഫേറ്റ് പോയ്സണിങ്ങിന്റെ സമയത്ത് ഇതന്നെയാണ് ആ സിംറ്റംസ് നോക്കിയാൽ മനസ്സിലാവും. ലാക്രിമേഷന്, സലൈവേഷന്, എമസിസ്, യൂറിനേഷന്, ഡയേറിയ, സലൈവേഷൻ, ഇതൊക്കെ ഈ രീതിയിലുള്ള സിംറ്റംസ് ആണല്ലോ അല്ലെ. ഫുള്ള് ഒരു ഡിസ്ചാർജസുകളാണ്. അപ്പൊ അതന്നെയാണ് അതിന്റെ കൂടുതൽ സിംറ്റംസ് ഉണ്ടാകുക. ഇപ്പുറത്തെ കൊടുത്തത് ഡയേറിയ, യൂറിനേഷൻ, മയോസിസ്. കണ്ണിലെ മയോസിസ് ആണ് പിൻ പോയിന്റ് പ്യൂപ്പിൾ അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്ന രീതിയിൽ കാണിക്കുന്നത്. ബ്രോങ്കോസ്പാസം, ബ്രാഡികാർഡിയ, എമസിസ്, പിന്നെ ലാക്രിമേഷന്, സ്വെറ്റിങ്, സലൈവേഷൻ. ഞാൻ ഇത്രയും എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ഏതിലാണ് കാണിക്കാൻ നിൽക്കുമ്പോൾ അത് ഓർഗനോ ഫോസ്ഫേറ്റിന്റെ പോയ്സണിങ്ങിലാണ്. സയനൈഡ് പോയ്സണിങ്. സയനൈഡ് പോയ്സണിങ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വെരി ലീതലായിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പാണ്. അതേപോലെ തന്നെ ഇൻഹലേഷന്, ഇഞ്ചക്ഷനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സയനൈഡ് പോയ്സണിങ്. കൂടുതൽ ഭയങ്കര
പെട്ടെന്നുള്ള ഡെത്ത് സംഭവിക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സയനൈഡ് പോയിസൺ കഴിച്ച ആൾക്ക് അയാളുടെ ഡെത്തിന്റെ കാരണം എങ്ങനെയാന്ന് വരെ എഴുതി വെക്കാൻ വരെ പറ്റിയിട്ടില്ല എന്നാണ്. ജസ്റ്റ് അയാൾ എന്തൊക്കെയോ കുറെ സിംറ്റംസ് മാത്രമേ കൊടുത്തു, കുറച്ച് സൈനുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ അത് മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത്. കാരണം അത്രയും ഫാസ്റ്റ് ഡെത്ത് ഉള്ള ഒരു ടൈപ്പാണ് സയനൈഡ് പോയിസണിങ്. വെരി ലീതൽ ആണ്. ഇൻഹലേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻജക്ഷൻ ആയിട്ടോ വരെ യൂസ് ചെയ്യാം. ഈവൻ ഇൻഹലേഷൻ വഴി ചെയ്താൽ തന്നെ സയനൈഡിന്റെ ഡെത്ത് ഉണ്ടാവും, അതുകൊണ്ട് ഡെത്ത് ഉണ്ടാകും. പിന്നെ ഹെഡ് ഏക്ക്, ഡിസിനസ്, നോസിയ, ഹൈപ്പോടെൻഷൻ, ഇതൊക്കെ ഇതിന്റെ കോമൺ സിംറ്റംസ് ആണ്. പിന്നെ ഡിസ്നിയ, ഡ്രൗസിനെസ്, കൺവെൻഷൻ, പെട്ടെന്ന് തന്നെ ആ രീതിയിലേക്ക് പോയിട്ടാണ് ഡെത്ത് ഉണ്ടാകുന്നത്. അൺകോൺഷ്യസ്നെസ്, പിന്നെ നമ്മൾ സൈനോസിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂനെസ് വരിക എന്നുള്ളതാണ് സൈനോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൗത്തില് ഒക്കെ ഫോംസ് ഒക്കെ വന്നിട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ് ഇവരുടെ ഡെത്തിന്റെ കാരണം വരുന്നത്. പിന്നെ ഒരു ക്യാരക്ടറൈസ്റ്റിക് ആയിട്ടുള്ളൊരു ഇത് പറയണത് എന്താ വെച്ചാൽ ബിറ്റർ ആൽമണ്ട് സ്മെല്ല്. ഇത് വരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നുണ്ട് ബിറ്റർ ആൽമണ്ട് സ്മെല്ല് സീൻ ഇൻ സയനൈഡ് പോയിസണിങ്. അപ്പൊ ഒരു ബിറ്റർ ആൽമണ്ടിന്റെ സ്മെല്ല് ഏതിലാന്ന് വെച്ചാൽ മറ്റേലിപ്പോ നമ്മൾ ഓർഗൻ ഓഫ് ഫോസ്ഫറസിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെതായിട്ടൊരു സ്മെല്ല് അതിനുണ്ട്. ആർസനിക്കിന് നമ്മൾ ഗാർലിക് ബ്രെത്ത് പറഞ്ഞു, അതേപോലെ ഒരു ബിറ്റർ ആൽമണ്ട് സ്മെല്ല് എന്ന് പറഞ്ഞത് സയനൈഡിനാണ്. ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് പിന്നെ അമൈൽ നൈട്രോസം ഷുഡ് ബി ഇൻഹൈൽഡ് ഇൻ എവറി 1 and 2 minutes. നമ്മൾ ഇപ്പൊ അറിയാണ്ടാണ് ഇപ്പോ എന്താണ് സയനൈഡ് പോയിസണിങ് വന്നതെന്നുണ്ടെങ്കിൽ അമൈൽ നൈട്രേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അമൈൽ നൈട്രേറ്റ് ഓരോ മിനിറ്റിലും ഇങ്ങനെ ഇൻഹലേഷൻ കൊടുക്കുക ചെയ്യാം. അപ്പൊ സയനൈഡിന്റെ പ്രശ്നം എന്ന് വെച്ചാല് സെല്ലുലാർ റെസ്പിറേഷനാണ് ഇവർ ഇന്റർഫിയർ ചെയ്യുക. നമ്മൾ പറഞ്ഞു സെൽസിലേക്ക് ഓക്സിജൻ എത്തണം. അപ്പൊ ആ ഓക്സിജൻ എത്തുന്ന സമയത്ത് എന്താ, ഇവര് ഓക്സിജൻ കയറിയിട്ട് ഇവിടെ സയനൈഡ് കയറിയിരിക്കും. ഓക്സിജൻ പോകേണ്ടിടത്ത് എന്താണ് സയനൈഡ് കയറിയിട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് സെൽസിന് കറക്റ്റ് ആയിട്ട് ഇത് നടക്കൂല, റെസ്പിറേഷനും കാര്യങ്ങളും സെൽസിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നും നടക്കൂല. അപ്പൊ അതിനെ ഇന്റർഫിയർ ചെയ്യും. അങ്ങനെയാണ് സയനൈഡിൽ ഡെത്ത് ഉണ്ടാകുന്നത്. റൂട്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ, ഡെർമലൊക്കെ തന്നെയാണ് അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക, പെട്ടെന്ന് അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ സയനൈഡിന്റെ പോയിസണിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അല്ലെങ്കിൽ സഡൻ ഡെത്ത് ആണ് സയനൈഡിന്റെ കേസിൽ ഉണ്ടാവുക. പൊട്ടാസ്യം സയനൈഡ് ഒക്കെയാണ് കൂടുതലായിട്ട്. മറ്റേ ഇപ്പൊ ഒരു സയനൈഡ് ഡെത്ത് മറ്റേ ആ ഒരു ജോളി ഒക്കെ വന്നതോടുകൂടി ഭയങ്കര ഫേമസ് ആയല്ലോ അല്ലെ. ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ സയനൈഡിന്റെ ഇതിന്റെ സമയങ്ങൾ പറയുന്നത്. 0 to 15 സെക്കൻഡിൽ തന്നെ ഒരു ട്രാൻസിയന്റ് ആയിട്ടുള്ള ഹൈപ്പർപ്നിയ, ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്ന രീതിയിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 30 to 45 സെക്കൻഡ്സുകളാണ് കേട്ടോ. 30 to 45 സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ കൺവേർഷൻ വരാം. ഇനി ഒരു 2 to 3 മിനിറ്റ് അതിലേക്ക് പോകുമ്പോൾ തന്നെ റെസ്പിറേറ്ററി അതേപോലെ ഡിപ്രഷൻ അതിന്റെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ അതിന് നടക്കും. 6 to 8 മിനിറ്റ് മാക്സിമം കിട്ടുന്നത് അത്രയാണ്. 6 to 8 മിനിറ്റ് ഒക്കെ എത്തുന്ന സമയത്തേക്ക് തന്നെ കാർഡിയാക്ക് അറസ്റ്റ് വരും. നേരെ മറിച്ചിപ്പോ നമ്മൾ ഈ പറഞ്ഞ ആഴ്സനിക് ആണെങ്കിലും മെർക്കുറി ആണെങ്കിലും ഒക്കെ ലീതൽ, അതിന് ക്രോണിക് പോയിസണിങ്ങിൽ മാത്രമേ അതിന് ഡെത്തിലേക്ക് പോകുന്നുള്ളൂ. നമ്മളിപ്പോ ഒരുപാട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ മാക്സിമത്തിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ അത് ഡെത്തിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമ്മള് കെറോസിനൊന്നും കഴിച്ചിട്ട് വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെത്ത് വരുന്നില്ല. അതിന് നമുക്ക് അവിടെ ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പെട്രോളും ജെല്ലിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ടൈം കുറച്ചെങ്കിലും കിട്ടും. സയനൈഡ് അത്രയും പോലും നമുക്ക് കിട്ടാണ്ട് പെട്ടെന്ന് റേറ്റ് എന്താണ് മറ്റേ നമ്മളെ ഹാർട്ടിന്റെ റേറ്റ് കൂടും, റെസ്പിറേറ്ററി റേറ്റ് കൂടും. അത് പക്ഷെ അതിനനുസരിച്ച് ഇവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റിലേക്ക് പോവുക ചെയ്യുക. അത്രയും ഫാസ്റ്റ് ആണ് കേട്ടോ. ഇനി സയനൈഡ് അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ റെഡ് കളർ ഒന്ന് നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇതിട്ടത്. നമ്മൾ സ്കിന്നിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിന്നിലെ കളർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. നമ്മള് എന്തേലും സ്കിന്നിന്റെ കളർ തന്നെയല്ല അതിന്റെ ഇത് പറഞ്ഞ ടെമ്പറേച്ചർ അതേപോലെ സ്കിന്നിന്റെ കളർ വന്നിരുന്നു. അപ്പൊ ഈ കളർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോഡിയിൽ സർക്കുലേഷനിൽ ബ്ലഡിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്കിന്നിൽ കാണിക്കാറുള്ളത്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ ചെറിയ റെഡ് കളർ സയനൈഡിലും അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു റെഡിഷ് കളർ ആയിരിക്കും ഉണ്ടാവുക, പിന്നെയാണ് അത് ബ്ലൂയിലേക്ക് പോകുക. സൈനോസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ബ്ലൂ കളറാണ്. അപ്പൊ സൈനോസിസിലേക്ക് പോകുന്നതിന് മുന്നേ എന്തായിരിക്കും ഒരു ചെറിയ റെഡ് കളറാണ്. അപ്പൊ ചെറിയ റെഡ് കളർ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്ലഷിങ് ഫേസിൽ ചെറിയ റെഡ് കളർ കാണിക്കും, അതതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ് ഏക്ക്, മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ ഒരു ആൾട്ടറേറ്റ്, പിന്നെ സീഷർ, കോമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും.
കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അരിത്മിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് ഇറഗുലർ ആയിട്ട് പിന്നെ അവിടെയും ഇവിടെയും ബീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ അരിത്മിയ എന്ന് പറയും. റെസ്പിറേറ്ററി നമ്മൾ പറഞ്ഞു പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് കൂടും. അത് പക്ഷെ ഫസ്റ്റ് ഫേസിൽ ഈ ഫ്ലഷിങ് ചെറിയ റേറ്റ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് ഫേസിൽ കൂടും. അത് കഴിഞ്ഞിട്ട് അതിനെ മീറ്റപ്പ് ചെയ്യാൻ പറ്റാതാവുന്ന സമയത്ത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ലങ്സിലൊക്കെ തന്നെ എഡിമ സ്വെല്ലിംഗ് ഒക്കെ വന്നിട്ട് പൾമണറി എഡിമ ഉണ്ടാകും. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, പിന്നെ നോസിയ, വൊമിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകും. റീനൽ സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകും. അതെന്താ വെച്ചാൽ സയനൈഡ് എന്ന് പറഞ്ഞ സാധനം അസിഡിക് ആയിട്ട് അതോടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മെറ്റബോളിക് ആസിഡോസിസ്. അതങ്ങൾ ഡീറ്റെയിലേക്ക് പോകണ്ട. അപ്പോൾ സ്കിന്നിലുള്ള ഫ്ലഷിങ് ചെറിയ റെഡ് കളർ ആലോചിച്ച് നോക്കുക. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഫസ്റ്റ് നമുക്കൊരു ചെറിയ റെഡ് കളർ കിട്ടിയാലും പിന്നെ അത് സൈനോസിസിലേക്ക് പോകും. പിന്നെ സ്ട്രിച്ച്നസ്, നെക്സോമിക്ക. നെക്സോമിക്ക നിങ്ങൾ എല്ലാവരും പിന്നെ കേട്ട മെഡിസിൻ തന്നെയാണ്. അത് അങ്ങനെയാണ് സമയത്ത് അതിൻ്റെ ഒരു സ്ട്രിച്ച്നസ് പോയ്സണിങ്ങിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ആസ് സച്ച് നെക്സോം നമുക്ക് പോയ്സൺ അല്ല, നെക്സോമിന്റെ ഒരു കണ്ടന്റ് ആണ്. അതിലെ ഇപ്പൊ നമ്മൾ ഒരു ആൽക്കലോയിഡ് പറയില്ല, അതേപോലെ ഒരു ആൽക്കലോയിഡ് ആണ് ഈ സ്ട്രിച്ച്നസ് എന്നുള്ളത്. അത് കൂടുതലായിട്ട് എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. ബിറ്റർ ടേസ്റ്റ് ഇൻ മൗത്ത് ഉണ്ടാകും, അതേപോലെ ചോക്കിംഗ് സെൻസേഷൻ ഇൻ ത്രോട്ട്, പിന്നെ ക്ലോണിക് ടോണിക് സ്പാസം. ആ ഒരു പിക്ചർ ഉണ്ട്, സെക്കൻഡ് പിക്ചർ. ആ സെക്കൻഡ് പിക്ചറിൽ അയാൾ കണ്ടോ ഓഫിസ്റ്റോട്ടോണസ് പോസ്റ്റർ ഉണ്ടാ പറയും. കുട്ടികളെ കണ്ടിട്ടില്ല ഇങ്ങനെ അമ്പ് പോലെ അല്ലെ വില്ല് പോലെ ഇങ്ങനെ വളയുന്ന കണ്ടിട്ടില്ലേ? അതിനൊക്കെ നമ്മൾ നെക്സോം ഇങ്ങനെ കൊടുക്കും ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക്. അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ ദേഷ്യം വാശിയൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മടങ്ങി പോടും കുട്ടികൾ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഈ രീതിയിൽ കാണിക്കുക. നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല, ഒരു പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു പോവുക ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ അതിനെ ഇത് തന്നെ പറഞ്ഞത് ഇത് സ്ട്രിച്ച്നസ് പോയ്സണിങ്ങിന്റെ സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുക. ക്ലോണിക് ടോണിക് സ്പാസം ഉണ്ടാകും. പിന്നെ കൂടി തന്നെ മൗത്തിലൊക്കെ തന്നെ ഫ്രോത്ത് ഉണ്ടാക്കാം. പിന്നെ റീസസ് സാർഡോണിക്കസ് സ്മൈൽ, അതാണ് ഇപ്പൊ ആ പേഷ്യന്റിന്റെ ഫസ്റ്റത്തെ കാര്യം. അവർ ചിരിക്കുന്ന സമയത്ത് ചിരിക്കുക എന്നുള്ളത് മനസ്സിലാവില്ല. ഒരു നമ്മളെ ഈ ആംഗിളില്ലേ മൗത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങള് കോർണേഴ്സ് ഇങ്ങനെ വലിഞ്ഞു പോവുക ചെയ്യുക, അതിനാണ് റീസസ് സാർഡോണിക്കസ് എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും നെക്സോം ഇതേപോലെ പോയ്സണിങ് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ സൈനോസിസ് ഉണ്ടാക്കും, പിന്നെ കൺവെൻഷൻ ഉണ്ടാക്കും. അപ്പൊ ഇതിൽ ഈ നെക്സോമിന്റെ പോയ്സണിങ് ഞാൻ ഇട്ടത് എന്താ വെച്ചാല് ഈ റീസസ് സാർഡോണിക്കസ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിച്ച്നസ് പോയ്സണിങ്ങിൽ കാര്യമായിട്ട് അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം കോമൺ സിംറ്റംസ് ആണ്. ക്ലോണിക് ആൻഡ് ടോണിക് സ്പാസും അതേപോലെ റീസസ് സാർഡോണിക്കസും നോക്കി വെക്കുക. അപ്പൊ ആ പേഷ്യന്റിന്റെ പിക്ചർ തന്നെ ആലോചിച്ചാൽ മതി. അതേപോലെ ഈ വളഞ്ഞു നിൽക്കുന്ന പിക്ചർ നോക്കി വെക്കുക. പിന്നെ ആൽക്കഹോൾ പോയ്സണിങ്. ആൽക്കഹോൾ നമ്മൾ മീതയിൽ ആൽക്കഹോൾ ഉണ്ട്, അതേപോലെ ഈതയിൽ ആൽക്കഹോൾ. രണ്ടും നമുക്കറിയാം കുറെ എടുത്തിട്ടുണ്ടെങ്കിൽ പോയ്സൺ ആണ്. ചെറിയ രീതിയിലാവുമ്പോൾ ഈതയിൽ ആൽക്കഹോൾ പ്രശ്നമൊന്നുമല്ല. മീതയിൽ ആൽക്കഹോള് കാര്യമായിട്ട് പെയിന്റ് റിമൂവറില്, അതേപോലെ നമ്മൾ വാർണിഷ് അടിക്കാൻ വേണ്ടിയിട്ട്, ആന്റി ഫ്രീസ് ആയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് എത്തുന്ന സമയത്ത് ഫെറ്റിഗ്, നോസിയ, വോമിറ്റിങ്, ഹെഡ് ഏക്ക്, പിന്നെ വിഷനിലൊക്കെ ഒരു ബ്ലറിങ്, അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് അതിന്റെ കൂടെ കിട്ടാം. ഫെറ്റിഗ്, നോസിയ അങ്ങനത്തെ സിംറ്റംസ് കിട്ടും. പിന്നെ ബ്രെത്തിങ് ഒക്കെ ഷാലോ ആയിരിക്കും. പിന്നെ ആൽക്കഹോൾ കുറെ എടുത്തിട്ടുണ്ടെങ്കിൽ സൈനോസിസിലേക്ക് പോകാം. ഡയലേറ്റഡ് പീപ്പിൾ നോക്കി വെക്കാം. നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഡയലേറ്റഡ് പീപ്പിൾ ഇതേപോലെ സ്റ്റിമുലൻസിൽ വരാം, ബാക്കി ഡെത്തിലാണ് വരിക എന്നുള്ളത്. അപ്പൊ കോമ, ഷോക്ക് ഒക്കെ ഇതിന് കൂടെ കിട്ടാം. അപ്പൊ പെയിന്റ് റിമൂവറിൽ, വാർണിഷിൽ, ആന്റി ഫ്രീസിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഡയലേറ്റഡ് പീപ്പിൾ ആണ് നോക്കി. ചെറിയ ഡോസിൽ എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ കുഴപ്പമില്ലാതല്ല, ചെറിയ സിംറ്റംസേ കിട്ടുള്ളൂ. ഡിസിനസ്, ഹെഡേക്ക്, നോസിയ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കിട്ടുള്ളൂ. കുറച്ചും കൂടി എടുക്കുന്ന സമയത്താവുമ്പോൾ പിന്നെ ടാക്കികാർഡിയ, അതേപോലെ ഡയലറ്റേഷൻ ഓഫ് ദി പ്യൂപ്പിൾ ഒക്കെ ഉണ്ടാകും. ഹൈ ഡോസിലാവുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. റെസ്പിറേറ്ററി ഫെയിലർ, ഡെത്ത്, റീനൽ എഡിമ, കോമ, കൺവേർഷൻ, അങ്ങനെ എല്ലാ സിംറ്റംസും കിട്ടാം. പിന്നെ മെഥനോൾ എന്താ വെച്ചാൽ നമ്മൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ ഡിസ്ഇൻഫെക്റ്റന്റ് ഇൻ ദി ഹോം എന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പെയിന്റില്, അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ വാർണിഷിൽ, ഇങ്ങനത്തിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹോമിലെ പർപ്പസിലൊന്നും അത് അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അതിനെന്താ വെച്ചാൽ അത് ചെറിയ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോരോ സിംറ്റംസ് കാര്യങ്ങളും കിട്ടാം. പിന്നെ സിംറ്റംസ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. പിന്നെ ബ്രീത്തിങ്ങില്, ഡ്രിങ്കിങ്, സ്കിന്ന് ടച്ച് ചെയ്യൽ, ഇതിലൊക്കെ തന്നെ ഇത് ഹാം ആയിട്ട് ബോഡിയിൽ അതിന്റെ സിംറ്റംസ് കാര്യങ്ങളും കാണിക്കും. ഈതയിൽ ആൽക്കഹോൾ ഇട്ടാൽ എന്തായാലും സ്മെൽ ഓഫ് ആൽക്കഹോൾ ഉണ്ടാകും. അതിന്റെ കൂടെ വൊമിറ്റിങ്, സ്ലഡ് സ്പീച്ച്, ഇൻകോർഡിനേഷൻ. കള്ളുടിച്ചാലുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് അതൊക്കെ തന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അതിന്റെ പോയ്സണിങ് അല്ലേ. അപ്പൊ ഡബിൾ വിഷൻ, അപ്പൊ നമ്മളെ ഡിപ്ലോപ്പിയ എന്ന് പറയും.
പിന്നെ വിഷ്വലിനൊക്കെ ഒരു ഇമ്പയർമെന്റ് ഉണ്ടാകാം, അതേപോലെ തന്നെ കൺവൾഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ എന്തായിരിക്കും, ഫേസ് ഒക്കെ ഫെറ്റീഗ് ആയിട്ടുള്ള ഫ്ലഷിംഗ് ആയിട്ടുള്ള ഫേസ് ആണ് ആദ്യം ഉണ്ടാവുക. റാപ്പിഡ് പൾസ് ആയിരിക്കും, ഡയലേറ്റഡ് പീപ്പിൾ, ഷാലോ ബ്രീത്തിങ്. പ്രത്യേകിച്ചുള്ള സിംറ്റംസ് ഒന്നുമില്ല. ഡയലേറ്റഡ് പീപ്പിൾ മാത്രമേ നമ്മൾ ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും സ്ഥിരം എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതൊക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൽക്കഹോൾ പോയിസണിങ് എടുത്തിട്ടുണ്ടെങ്കിൽ കല്ലുടിച്ചാൽ എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടാകാം, പിന്നെ ഒരു കൺഫ്യൂഷൻ, ഇൻകോണ്ടിനൻസ്, പിന്നെ ഒരു ഇങ്ങനത്തെ സിംറ്റംസ്. ടെമ്പറേച്ചർ കുറയും, ഹാർട്ട് റേറ്റ് ഒക്കെ ആദ്യമൊക്കെ ഒന്ന് കുറയും, ബ്രത്തിങ് കുറയും, അല്ലെങ്കിൽ അതൊക്കെ ഇറഗുലർ ആകും, കോർഡിനേഷൻ കാര്യങ്ങളൊന്നും കിട്ടില്ല, അങ്ങനത്തെ സിംറ്റംസ്. ഈ കുറച്ച് നമ്മൾ ഇതും കൂടി പറയുന്നുള്ളൂ. ഐഡിയൽ ഹോമിസൈഡൽ പോയിസണിങ് എങ്ങനെ ആയിരിക്കണം, അതേപോലെ ഐഡിയൽ ആയിട്ടുള്ളൊരു സൂയിസൈഡൽ പോയിസൺ എങ്ങനെയായിരിക്കും എന്ന് മാത്രം പറയാം. ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും, എന്തായാലും അത് ചീപ്പായിരിക്കണം, പിന്നെ ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതിന് അതിൻ്റെതായിട്ടുള്ള കളറ്, ഓർഡർ, ടേസ്റ്റ് കാര്യങ്ങൾ പാടില്ല. കാരണം അതുണ്ടെങ്കിൽ എന്തായാലും എടുക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ എടുക്കുന്ന ഒരു വിക്ടിമിന് മനസ്സിലാവും, അയാൾക്ക് ഇപ്പൊ നമ്മൾ എടുത്തിയിൽ എന്താ കളർ ഉണ്ടെങ്കിൽ, ഓർഡർ ഉണ്ടെങ്കിൽ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ നമുക്ക് എന്താ, നമ്മളൊരാളെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കില്ല, എന്നാലും ഇതൊക്കെ ഇതിന്റെ ഐഡിയൽ ഹോമിസൈഡൽ കാര്യങ്ങളാണ്. പിന്നെ capable of being easily administered in food, drink without any suspicion. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫുഡിലോ ഡ്രിങ്കിലൊക്കെ കൊടുക്കുകയാണെങ്കിലും അത് അയാൾക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈലി ടോക്സിക് ആയിരിക്കണം, വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും സിംറ്റംസ് വരികയാണെങ്കിൽ, അതായത് അതിനൊരു ഇൻക്വസ്റ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ തന്നെ നാച്ചുറൽ ഡെത്തിനോട് അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണം, റിസംബിൾ ചെയ്യണം. നാച്ചുറൽ ഡിസീസിനോട് റിസംബിൾ ആയിട്ട് കാര്യങ്ങൾ കാണിക്കണം. ഷുഡൻറ്റ് ബി ഡിറ്റക്റ്റഡ് ബൈ കെമിക്കൽ ടെസ്റ്റ്. നമുക്ക് കെമിക്കൽ ടെസ്റ്റും കാര്യങ്ങളും നടത്തിയാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പാടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചേഞ്ചസിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോ ബ്ലഡിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ബോഡിയിൽ നിന്ന് അൺഡിറ്റക്റ്റബിൾ ആയിട്ട് മാറും. റാപ്പിഡ്ലി ഡിസ്ട്രോയ്ഡ് ആൻഡ് മെയ്ഡ് അൺഡിറ്റക്റ്റബിൾ ബൈ ദ ബോഡി. ബ്ലഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് പോകുന്ന ടൈപ്പിലില്ല, അതായത് ബ്ലഡിൽ ഒരുപാട് നേരം നിൽക്കാത്തതൊക്കെ ആയിരിക്കണം ഈ ഒരു ഹോമിസൈഡൽ പോയിസൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിൽ ഇത്രയുള്ളൂ. ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ ഏതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിനൊരു ഈ പറഞ്ഞ ക്യാരക്ടറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് കറക്റ്റ് അതാണെന്ന് പറയുന്നതാണ് ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ. ഓർഗാനിക് കോമ്പൗണ്ട് ഓഫ് ഫ്ലൂറിൻ ആൻഡ് താലിയം മെറ്റാണ് കൂടുതലായിട്ടും ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ എന്ന് പറയുന്നത്. അതായത് അത് പക്ക ആണെന്ന് പറഞ്ഞത്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാരക്ടറും എല്ലാം കൊണ്ടും കവർ ചെയ്ത് വെച്ച സാധനമാണ് ഫ്ലൂറിനും താലിയും. പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എന്താ, ആർസനിക്കും അക്കോണൈറ്റും ആണ്. കുറച്ചും കൂടി ഈസിലി അവൈലബിൾ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി യൂസ് ചെയ്യുന്നതും പോപ്പുലർ ആയതും കൂടി ആർസനിക്കും അക്കോണൈറ്റും ആണ്. പക്ഷെ ഐഡിയൽ ആയിട്ട് എപ്പോഴും പറയുന്നത് താലിയമെറ്റ് ആണ് കൂടുതൽ പറയുന്നത് കേട്ടോ. ഫ്ലൂറിൻ ആൻഡ് താലിയത്തിനാണ് കൂടുതൽ എടുത്ത് പറയാറുള്ളത് എപ്പോഴും. അപ്പൊ കോമൺലി യൂസ് ചെയ്യുന്നത് ആർസനിക്കും അക്കോണൈറ്റും ആണ്. ഈ ഐഡിയൽ സൂയിസൈഡൽ ആയിട്ടാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, നമ്മള് എന്താണ് സ്വന്തമായിട്ട് എടുക്കണല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിന് വേണം. അതായത് ചീപ്പായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഹൈലി ടോക്സിക് ആയിരിക്കണം, ടേസ്റ്റ്ലെസ് ഓർ പ്ലസന്റ് ടേസ്റ്റ്. നല്ല ടേസ്റ്റിലതാണെങ്കിൽ കുഴപ്പമില്ല, എടുക്കുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഫുഡിലോ ഡ്രിങ്കിലൂടെ ഒക്കെ തന്നെ നമുക്ക് എന്താണ് എടുക്കാൻ പറ്റിയതായിരിക്കണം. അതേപോലെ ഒരു പെയിൻലെസ് ഡെത്ത് അല്ലെങ്കിൽ ഈസിലി ഡെത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. അപ്പോൾ ഈ സയനൈഡ് പറയുന്നത്, പക്ഷെ സയനൈഡിന്റെ ആ ഒരു സെക്കൻഡ് ആണെങ്കിലും ഭയങ്കര ഡെത്താണ് പറയുന്നത്, പെയിൻ ആണ് പറയുന്നത്. അപ്പോൾ ഈസിലി ഡെത്തിന് അതിൻ്റെ ഇത് കുറക്കണം. ഐഡിയൽ സൂയിസൈഡൽ പോയിസണേറ്റ് ആയിട്ട് പറയുന്നത് ഒപ്പിയം ബാർബിച്ചുറേറ്റ് ആണ്. ഒപ്പിയം ബാർബിച്ചുറേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാല് ഡെത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ ഒപ്പിയം ബാർബിച്ചുറേറ്റ് ഒക്കെ കൂടുതൽ പറയുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നതും അതേ രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഓർഗനോ ഫോസ്ഫറസും എൻഡ്രിനും ആണ് കൂടുതലായിട്ട് അതിന്റെ ഐഡിയൽ സൂയിസൈഡൽ പോയിസൺ ആയിട്ട് പറയുന്നത്. നമ്മൾ പോയിസണിങ് പറയുന്ന സമയത്ത് ഈ ഒരു അതിനെ കൂട്ടണം, ഒന്ന് ഇടയിൽ ഇട്ടുന്നുള്ളൂ. സ്റ്റുപ്പിഫൈങ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയി പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ കേട്ടോ. സ്റ്റുപ്പിഫൈങ് ആയിട്ടുള്ള പോയിസൺ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു ഭയങ്കര സ്ലീപ്പി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെല്യൂഷൻ കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ഡെറ്റ്യൂറ, കണ്ണാബിസ് ഇൻഡിക്ക, അങ്ങനത്തത്. അബോർട്ടിഫിഷ്യന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടിനെയൊക്കെ എന്തെങ്കിലും അബോർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോയിസൺ ആണ് കലോട്രോപ്പിൻ, ഒലിയാണ്ടർ, എക്കോണൈറ്റ്, മെർക്കുറി, ആഴ്സനിക്, അങ്ങനത്തെ കുറച്ച് പോയിസൺ. ആക്സിഡന്റ് ആയിട്ട് ഹൗസ് ഹോൾഡ്, ഇത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു പോയിസണിങ്ങിനെ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് കൊടുത്തത് കേട്ടോ. പിന്നെ കാറ്റിൽ പോയിസണിങ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നതാണ് ഒലിയാണ്ടർ, എക്കോണൈറ്റ്, ആഴ്സനിക് ഒക്കെ.
ആരോ പോയ്സൺ സ്നേക്ക് വെനം, പിന്നെ ക്യുറാറെ ആണ് ആരോ പോയ്സൺ എന്നുള്ളത് അറിയപ്പെടുന്നത്. എഫ്രോഡിസിയാക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഒപ്പിയം, കന്നാബിസ്, കൊക്കൈൻ, സ്റ്റിച്ചിങ്. അതായത് ഒരു വിട്ടുന്നുള്ളൂ, ഇതൊക്കെ ഡീറ്റെയിലേക്ക് പോകണ്ട. നമുക്ക് FMTയിൽ കുറച്ചും കൂടി ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾ അത്രയ്ക്കും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിന്നിപ്പോ പോയ്സണിങ് ആണ് ഫുൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ആസിഡ്, ആൽക്കലി, അതേപോലെ ആഴ്സനിക്, മെർക്കുറി, ഈ പാർട്ടികളൊക്കെ ഒന്ന് നല്ലോണം നോക്കി എടുക്കുക. ആ പാർട്ടികളൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാനുള്ളത്. പിന്നെ അതിൻ്റെതായിട്ട് നമ്മളിപ്പോ ഓരോന്നിനും പറഞ്ഞല്ലോ,